മഹാമാരി കാരണമുണ്ടായ 2 വർഷത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം യേശുവിന്റെ ജന്മഭൂമിയായ ബെത്ലഹേമിൽ ക്രിസ്മസ് ആരവം വീണ്ടും ഉയരുകയാണ്. ബെത്ലഹേമിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിത്തുടങ്ങി. അതിന്റെ മുന്നോടിയായുള്ള കച്ചവടങ്ങളും മറ്റ് വിനോദങ്ങളും സ്വജനതയെയും വിദേശികളെയും ആവേശം കൊള്ളിക്കുന്നുമുണ്ട്. അതിനിടയിൽ ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു ക്രിസ്മസ് ട്രീയും തിരുപ്പിറവി ദേവാലയത്തിന് സമീപത്തായുള്ള മേഞ്ചർ സ്ക്വയറിൽ ഉയർന്നു കഴിഞ്ഞു. ക്രിസ്മസ് ട്രീയുടെ ഔദ്യോഗിക പ്രകാശനം ഡിസംബർ 3-ന് പൗരപ്രമുഖരുടെയും ബെത്ലഹേം ജനതയുടെയും വിദേശീയരുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. വെള്ള, ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള ബൾബുകൾ ഉപയോഗിച്ച് പ്രകാശിപ്പിച്ച 52 അടി ഉയരമുള്ള ട്രീ കാണാൻ നിരവധി പേരാണ് ബെത്ലഹേം സന്ദർശിക്കുന്നത്. ബെത്ലഹേമിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന സമയം ക്രിസ്മസ് കാലഘട്ടമായിരിക്കെ സർക്കാരും ജനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ്. കോവിഡിന് മുൻപ് 2019-ൽ 3.5 ദശലക്ഷം സന്ദർശകർ ബെത്ലഹേമിൽ എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019-നെ അപേക്ഷിച്ച് നിലവിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും ക്രിസ്മസ് ദിനത്തോടടുക്കുമ്പോൾ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ബെത്ലഹേം. ക്രിസ്മസ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും സമാധാനത്തോടെ വ്യാപരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരമാണ് എന്ന സന്ദേശമാണ് ബെത്ലഹേം മുനിസിപ്പാലിറ്റിക്ക് ലോകത്തിന് മുഴുവൻ നൽകാനുള്ള സന്ദേശമെന്ന് ക്രിസ്മസ് ട്രീ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ബെത്ലഹേം മേയർ ഹന്ന ഹനാനിയ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.